നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന മാർച്ച് 26 വരെ മീനം രാശിയിൽ ശുക്രനും ശനിയും യോഗം ചെയ്യുന്നു. ശുക്രന്റെ ഉച്ചരാശിയാണ് മീനം. അതിനാൽ തന്നെ ശുക്രന്റെയും ശനിയുടെയും യോഗം എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ലൗകിക സുഖങ്ങളുടെയും ആഡംബരത്തിന്റെയും പ്രതീകമായ ശുക്രനും കർമ്മഫലദാതാവായ ശനിയും വ്യാഴത്തിന്റെ രാശിയിൽ യോഗം ചെയ്യുമ്പോൾ എന്തൊക്കെ ജ്യോതിഷ ഫലങ്ങളാണ് ധനു, വൃശ്ചികം, തുലാം എന്നീ രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലാദ്യമായി ധനുക്കൂറുകാർ. ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവർക്ക് മാർച്ച് 26 വരെയുള്ള കാലയളവ് ജീവിത സൗകര്യങ്ങളിലും കുടുംബപരമായ അന്തരീക്ഷത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ധനുരാശിയുടെ 4ാം ഭാവമായ മീനത്തിലാണ് ഇപ്പോൾ ശനിയും ഉച്ചസ്ഥനായ ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നത്. 4ാം ഭാവം എന്നത് മാതൃസൗഖ്യം, വീട്, വാഹനം, മനസ്സമാധാനം, സുഹൃത്തുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ശനിയും ഉച്ചനായ ശുക്രനും ഒന്നിക്കുമ്പോൾ സുഖവും നിയന്ത്രണവും കലർന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത്. ഈ കാലയളവിൽ നിങ്ങളുടെ താമസ സ്ഥലത്തോ വാഹനങ്ങളിലോ വലിയ മാറ്റങ്ങൾ വരാം. ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ വീട് അലങ്കരിക്കാനോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. 11ാം ഭാവാധിപനായ ശുക്രനും 2ാം ഭാവാധിപനായ ശനിയും 4ൽ യോഗം ചെയ്യുന്നത് പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ ഉള്ള അവസരങ്ങൾ നൽകും. എന്നാൽ ശനിയുടെ സാന്നിധ്യം കാരണം ഇത്തരം കാര്യങ്ങളിൽ ചെറിയ താമസമോ സാങ്കേതിക തടസ്സങ്ങളോ അനുഭവപ്പെട്ടേക്കാം. പുതിയതോ സെക്കൻഡ് ഹാൻഡ് ആയതോ ആയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 26-നകം അത് സാധ്യമായേക്കാം. 11ാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ ശനിയുമായി ചേരുന്നത് സ്ഥിരമായ വരുമാനത്തിന് വഴിതെളിക്കും. വിദേശത്തു നിന്നോ ബിസിനസ്സിൽ ഈ സമയം നല്ല ധനലാഭത്തിന് സാധ്യതയുണ്ട്. മാത്രമല്ല ലോട്ടറി മുതലായ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ഈ സമയത്ത് ലഭിക്കാൻ ഇടയായേക്കാം. അമ്മയുമായുള്ള ബന്ധം ഊഷ്മളമാകുമെങ്കിലും അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശനിയുടെ സാന്നിധ്യം ചിലപ്പോൾ പ്രായമായവരിൽ വാദസംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഉള്ള പ്രയാസങ്ങൾക്ക് കാരണമായേക്കാം. വീട്ടിൽ അതിഥികൾ വരാനും ആഘോഷങ്ങൾ നടക്കാനും സാധ്യതയുള്ള സമയമാണ്. 2ാം അധിപനായ ശനി 4ൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിക്കും. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ശുക്രന്റെ സ്വാധീനം ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. ശുക്രൻ നിങ്ങൾക്ക് ആഡംബരങ്ങളും സുഖങ്ങളും നൽകാൻ ആഗ്രഹിക്കുമ്പോൾ ശനി നിങ്ങളെ അനാവശ്യ ചിന്തകളിലേക്ക് നയിച്ചേക്കാം. ഇടയ്ക്കിടെ മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ലൗകിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും ഇതൊന്നും ശാശ്വതമല്ല എന്ന ചിന്ത ശനി പകർന്നു നൽകും. ഇത് നിങ്ങളെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഈ കാലയളവിൽ പഴയ സുഹൃത്തുക്കളെ കാണാനോ അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനോ സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ സത്യസന്ധത പരീക്ഷിക്കപ്പെടും. ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചാൽ ശനിയുടെ സ്വാധീനം കാരണം അത് പെട്ടെന്ന് തന്നെ പുറത്തുവരും. 4ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായി ദൂരസ്ഥലങ്ങളിലേക്ക് മാറാനോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം പോലുള്ള സൗകര്യങ്ങൾ ലഭിക്കാനോ ഈ ഗ്രഹയോഗത്താൽ സാധ്യതയുണ്ട്. മാത്രമല്ല ശുക്രന്റെ ഉച്ചസ്ഥിതി കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അലസത ഒഴിവാക്കി വീടിനുള്ളിലെ കാര്യങ്ങൾ അച്ചടക്കത്തോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇത് ഗൃഹസംബന്ധിയായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. ശുക്രൻ സുഖസൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ശനി ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ സഹായിക്കും. മാർച്ച് 26 വരെ വീട് വൃത്തിയാക്കുന്നതിനോ പഴയ വസ്തുക്കൾ ഒഴിവാക്കി പുതിയവ വാങ്ങുന്നതിനോ ഈ സമയം ഉപയോഗിക്കാം.
മാത്രമല്ല, കഠിനാധ്വാനം ചെയ്യാൻ മടി കാണിച്ചില്ലെങ്കിൽ ശനിയും ശുക്രനും ചേർന്ന് നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉറപ്പായും നേടിത്തരും. അടുത്തതായി വൃശ്ചികക്കൂറുകാർ. വൃശ്ചികക്കൂറുകാരായ വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് 26 വരെ മീനം രാശിയിൽ നടക്കുന്ന ശനി ശുക്ര സംഗമം അതിപ്രധാനമായ ഒരു കാലഘട്ടമാണ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് 5ാം ഭാവത്തിലാണ് ഈ ഗ്രഹയോഗം നടക്കുന്നത്. ബുദ്ധി, സന്താനം, പ്രണയം, ഉല്ലാസം, പൂർവപുണ്യം എന്നിവയുടെ സ്ഥാനമാണ് 5ാം ഭാവം. മാത്രമല്ല, 5ാം ഭാവം എന്നത് മനസ്സിന്റെ ആഴത്തിലുള്ള ചിന്തകളെയും സർഗാത്മകതയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. ഇവിടെ ശുക്രൻ തന്റെ പരമാവധി ഉച്ചബലത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ആനന്ദവും പ്രശസ്തിയും ലഭിക്കും. എന്നാൽ ശനി കൂടെയുള്ളതിനാൽ ഈ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരച്ചടക്കവും നിയന്ത്രണവും നൽകും. ഈ കാലയളവിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരും. ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ കല, സാഹിത്യം, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മികച്ച ആശയങ്ങൾ ഉദിക്കുകയും അവ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യും. 5ലെ ശനിയുടെ സാന്നിധ്യം നിങ്ങളെ പെട്ടെന്നുള്ള തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഓരോ ചുവടും ആലോചിച്ചു മാത്രം വെക്കുന്ന രീതി നിങ്ങളിൽ വളർന്നു വരും. ഇത് നിക്ഷേപങ്ങളിലും മറ്റും വലിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. 5ാം ഭാവം പ്രണയത്തിന്റെ സ്ഥാനമായതിനാൽ ഈ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രണയബന്ധങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനും ശുക്രൻ കാരണമാകും. നിങ്ങൾക്ക് വളരെയധികം ആകർഷണ ശക്തി കൈവരുന്നതായി അനുഭവപ്പെടും. നിങ്ങൾ മറ്റുള്ളവരാൽ കൂടുതൽ ഇഷ്ടപ്പെടും. ശനി കൂടെ ഉള്ളതിനാൽ വെറും ഒരു രസത്തിന് വേണ്ടിയുള്ള ബന്ധങ്ങളെക്കാൾ ഗൗരവകരമായ വിവാഹത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾക്കായിരിക്കും നിങ്ങൾ കൂടുതൽ മുൻഗണന നൽകുക. നിലവിലുള്ള ബന്ധങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ സത്യസന്ധമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. സന്താനസ്ഥാനമായ 5ൽ ഈ യോഗം നടക്കുന്നത് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. മക്കളുടെ കാര്യത്തിൽ അനാവശ്യമായ ഉത്കണ്ഠയോ അല്ലെങ്കിൽ അവർക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യങ്ങളോ ശനി ഉണ്ടാക്കിയേക്കാം. അവരുടെ ആരോഗ്യത്തിലും അല്പം ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് കലാരംഗത്തോ പഠനത്തിലോ ഉന്നതമായ വിജയങ്ങൾ നേടാൻ ശുക്രൻ സഹായിക്കും. മാത്രമല്ല, സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഉച്ചസ്ഥനായ ശുക്രൻ ആഡംബര യാത്രകൾക്കും വിനോദങ്ങൾക്കും അവസരം നൽകും. മാർച്ച് 26-നുള്ളിൽ കുറെ കാലമായി ആഗ്രഹിച്ച യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും. മീനം ഒരു ആത്മീയ രാശി ആയതിനാൽ ശനിയുടെ സ്വാധീനം നിങ്ങളെ മന്ത്രങ്ങൾ പഠിക്കാനോ ഉപാസനകൾ തുടങ്ങാനോ പ്രേരിപ്പിക്കും. ഈ കാലയളവിൽ പഴയകാല പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ യോഗമുണ്ടാകും. ലോട്ടറി, ഓഹരി വിപണി തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ താല്പര്യം കൂടുമെങ്കിലും ശനി കൂടെ ഉള്ളതിനാൽ വലിയ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കണം. ശുക്രൻ ഭാഗ്യം നൽകാൻ ശ്രമിക്കുമ്പോൾ ശനി യാഥാർത്ഥ്യബോധം കാണിച്ചു തരുന്നു. അതിനാൽ സൂക്ഷിച്ചു മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. എന്നാൽ നിങ്ങളുടെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകും. കല, സാഹിത്യം, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ യോഗം വലിയ പ്രശസ്തിയും അംഗീകാരവും നൽകും. വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയം ബുദ്ധിപരമായ ഉണർവ് ലഭിക്കുന്ന കാലമാണ്. ശുക്രൻ നിങ്ങളുടെ ഭാവനകളെ ഉണർത്തുമ്പോൾ ആ ഭാവനകളെ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് ശനി പഠിപ്പിക്കുന്നു. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകത്തോടെ പ്രവർത്തിച്ചാൽ മാർച്ച് 26 വരെയുള്ള ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സർഗാത്മക കാലഘട്ടങ്ങളിൽ ഒന്നായി മാറും. കലാരംഗത്തോ എഴുത്തോ ശീലമാക്കിയവർ ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മികച്ച സൃഷ്ടികൾ ഈ സമയത്ത് നിങ്ങളിൽ നിന്ന് ഉണ്ടായേക്കാം. അടുത്തതായി തുലാക്കൂറുകാർ. തുലാക്കൂറുകാർക്ക് ചിത്തിര അവസാന പകുതി, ചോതി നക്ഷത്രം, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് 2026 മാർച്ച് 26 വരെ മീനം രാശിയിൽ നടക്കുന്ന ശനി ശുക്ര സംഗമം തികച്ചും സവിശേഷമായ ഫലങ്ങളാണ് നൽകുന്നത്. തുലാക്കൂറിനെ സംബന്ധിച്ച് 6ാം ഭാവത്തിലാണ്, അതായത് രോഗം, ശത്രു, കടം എന്നിവയുടെ സ്ഥാനത്താണ് ഈ ഗ്രഹയോഗം നടക്കുന്നത്.
6-ാം ഭാവം ശുക്രൻ അനുകൂലമല്ലെങ്കിലും തുലാക്കൂറുകാർക്ക് ശുക്രൻ ഈ ഭാവത്തിലാണ് ഉച്ചനാകുന്നത്. ഇത് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും. 6-ാം ഭാവം പൊതുവെ വെല്ലുവിളികളുടെ സ്ഥാനമാണെങ്കിലും ശനിയെ പോലുള്ള പാപഗ്രഹങ്ങൾ 6-ൽ നിൽക്കുന്നത് ശത്രുജയത്തിനും സർവവിജയത്തിനും കാരണമാകും. ഇതിനോടൊപ്പം സുഖഭോഗങ്ങളുടെ ഗ്രഹമായ ശുക്രൻ ഉച്ചബലത്തിൽ വന്നു ചേരുമ്പോൾ അത് ജീവിതത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ സമ്മാനിക്കും. അതിൽ പ്രധാനമായും 4-ാം അധിപനായ ശനി 6-ൽ നിൽക്കുന്നതിനാൽ വീടോ വാഹനമോ വാങ്ങുന്നതിനായി വായ്പകൾ എടുക്കാൻ കാരണമാകും. ഈ കടം ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായ ആസ്തിയായി മാറുകയും ചെയ്യും. ഈ കാലയളവിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ പരാജയപ്പെടുത്താൻ പ്രത്യേക കഴിവ് ലഭിക്കും എന്നതാണ്. ശനിയുടെ 6-ലെ സാന്നിധ്യം നിങ്ങളെ കരുത്തനാക്കും. ജോലി സ്ഥലത്തോ സാമൂഹിക ജീവിതത്തിലോ ഉള്ള എതിർപ്പുകളെ ബുദ്ധിപൂർവം മറികടക്കാനും എതിരാളികളെ പരാജയപ്പെടുത്താനും തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും. ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ കഠിനമായ വഴക്കുകളിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടെയും നയതന്ത്രപരമായും ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ജോലി സ്ഥലത്ത് കഠിനാധ്വാനം ആവശ്യമായി വരും. എങ്കിലും യോഗകാരകനായ ശനിയുടെ സാന്നിധ്യമുള്ളതിനാൽ കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലവും സ്ഥാനക്കയറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. മുമ്പെടുത്ത ലോണുകളോ കടങ്ങളോ തിരിച്ചടയ്ക്കാൻ അനുകൂലമായ സാഹചര്യം ഈ സമയത്ത് ഉണ്ടായേക്കാം. ശുക്രൻ ഉച്ചനായതിനാൽ അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കാൻ തോന്നും. എന്നാൽ ശനി കൂടെ ഉള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കർക്കശമായ നിയന്ത്രണം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും. കോടതി കേസുകളോ നിയമപരമായ തർക്കങ്ങളോ നിലനിൽക്കുന്നവർക്ക് ഈ ഗ്രഹയോഗം അനുകൂലമാകും. ശനിയുടെ സ്വാധീനം നീതി ലഭിക്കാൻ സഹായിക്കുമ്പോൾ ശുക്രൻ കാര്യങ്ങൾ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാൻ വഴിയൊരുക്കും. 6-ാം ഭാവം രോഗസ്ഥാനം കൂടി ആയതിനാൽ ആരോഗ്യകാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക. ഉച്ചസ്ഥനായ ശുക്രൻ ഭക്ഷണകാര്യങ്ങളിലും സുഖ സൗകര്യങ്ങളിലും അമിത താല്പര്യം നൽകും. ഇത് അമിതഭാരത്തിനോ പ്രമേഹം പോലുള്ള പ്രയാസങ്ങൾക്കോ കാരണമായേക്കാം. മാത്രമല്ല, ശനി ഇവിടെ നിൽക്കുന്നതിനാൽ കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്ക് ശരിയായ ചികിത്സയിലൂടെ ആശ്വാസം ലഭിക്കാൻ ഈ സമയം സഹായകരമാണ്. കർമ്മമേഖലയിൽ ശനി ശുക്രയോഗം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ശുക്രന്റെ സ്വാധീനം കാരണം സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും മികച്ച സഹകരണം ലഭിക്കും. ജോലിസ്ഥലത്തെ അന്തരീക്ഷം കൂടുതൽ ആസ്വാദ്യകരമാകും. എങ്കിലും ശനി നിങ്ങളെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിക്കും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സേവന മേഖലയിലോ ഹോസ്പിറ്റാലിറ്റി രംഗത്തോ ഉള്ളവർക്ക് ഇത് വളരെ മികച്ച സമയമാണ്. തുലാക്കൂറുകാർക്ക് ഈ ഗ്രഹയോഗം ഒരു രക്ഷാ കവചം പോലെയാണ് പ്രവർത്തിക്കുക. പ്രതിസന്ധികൾ വന്നാലും അവയെ അതിജീവിക്കാനുള്ള കരുത്തും ഭാഗ്യവും ഒരേ സമയം നിങ്ങൾക്ക് ലഭിക്കും. ശുക്രൻ ജീവിതത്തിൽ സന്തോഷവും ആശ്വാസവും നൽകുമ്പോൾ ശനി നിങ്ങളെ യാഥാർത്ഥ്യബോധമുള്ളവരാക്കി മാറ്റുന്നു. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ പെരുമാറുന്നത് ഈ കാലയളവിൽ കൂടുതൽ വിജയങ്ങൾ നൽകും. കാലം അനുകൂലമാണെങ്കിലും ഈ സമയത്ത് ആർക്കും ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും.